ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ ഡാൻസിൻ്റെ പ്രോഗ്രാം വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരുക്കത്തിലൊക്കെയാണ്. എലൈറ്റ് ഇൻ്റർനാഷണൽ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നുള്ളൂ. ഞങ്ങൾ നേരത്തെ എത്തി, ഞങ്ങൾക്ക് മേക്കപ്പൊക്കെ ഇടാനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 7th ഫ്ലോറിലായതുകൊണ്ട് അവിടെ നമ്മൾ തൃശ്ശൂരിൻ്റെ ടോപ്പ് വ്യൂ കാണാമല്ലോ. അപ്പോൾ അത് ഞാനത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ മേക്കപ്പ് സെക്ഷനിലേക്ക് കടന്നിട്ടുണ്ട്. ആദ്യം മുടി പിന്നീടൊക്കെയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഓരോ പ്രോഗ്രാമിന് അങ്ങനെ ഞങ്ങൾക്ക് ശീലമായി. ഞങ്ങളിപ്പോൾ തന്നെത്താനൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രോഗ്രാംസൊക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഞങ്ങൾക്ക് മേക്കപ്പ് ഇടാനൊക്കെ ഞങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയൂ. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓർണമെൻറ്റ്സ്, പിന്നെ മേക്കപ്പ് ഐറ്റംസൊക്കെയാണ്. പിന്നെ ടീച്ചറാണ് എനിക്ക് ബേസൊക്കെ ഇട്ട് തരുന്നത്. അപ്പോൾ അതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ കുറച്ച് വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. നമുക്ക് ഈ യൂട്യൂബ് ചാനൽ എന്നുള്ളത് ഇപ്പോഴല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നുള്ള കാര്യം ചില സമയത്ത് ഞാൻ മറന്നു പോവാണ്. ഞങ്ങൾക്ക് പ്രോഗ്രാം വരുന്നത് ഒരു 7:30-8 മണി ആ ടൈമാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് മേക്കപ്പ് ഇടാൻ പറ്റിയൊരു ടൈമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാമിലും നമുക്ക് ഹറിബറി ആയിട്ടാണ് മേക്കപ്പൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇതാണ് എൻ്റെ ഡാൻസ് ടീച്ചർ എനിക്ക് പൂവൊക്കെ സെറ്റ് ചെയ്ത് തരികയാണ്. പിന്നെ ലാസ്റ്റ് ടൈം ആകുമ്പോൾ നമ്മൾ അലത്തിയാണ് കയ്യിൽ ലാസ്റ്റ് ടൈമിലാണ് ഇടാറുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞു. ഞങ്ങൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റായി. ഒരു സെൽഫിയൊക്കെ എടുക്കണമല്ലോ, അതൊരു പതിവല്ലേ. അത് കഴിഞ്ഞ് ടീച്ചർക്ക് ഞങ്ങൾ ദക്ഷിണ കൊടുക്കുകയാണ്. അപ്പോൾ പാറു ആദ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ടീച്ചറിൽ നിന്ന് ചിലങ്ക വാങ്ങിച്ച് ഞങ്ങൾ അനുഗ്രഹം മേടിച്ചിട്ടാണ് ഈ ചിലങ്ക കെട്ടിയിട്ട് സ്റ്റേജിൽ കയറാറുള്ളത്. അത് എല്ലാ പ്രോഗ്രാമിനും അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ എത്ര നാളാണെങ്കിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണെങ്കിലും ഗുരുവിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ആ അനുഗ്രഹം മേടിച്ച് സ്റ്റേജിൽ കയറുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ അത്രയും ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. അത് നൃത്തത്തിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ് ആ ഒരു ടൈമിൻ്റെ ഒരു വാല്യൂ അറിയുള്ളൂ. പിന്നെ ടീച്ചറുടെ നിന്ന് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് ഇനിയിപ്പോൾ ആ ചലങ്ക കെട്ടിയിട്ട് നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളിങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. പാറുവിനെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് വേറെ ആരുമല്ല, ഞങ്ങളുടെ സ്വന്തം ബനീഷ് ഏട്ടൻ, ബനീഷ് പാമ്പൂർ. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. ഞങ്ങളുടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടാകുമ്പോൾ മിക്കപ്പോഴൊക്കെ ആൾ വരാറുണ്ട്. ഇങ്ങനെ ഇതേപോലെ ഞങ്ങളുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞ ഫോട്ടോസൊക്കെ എടുത്തു തരും. അപ്പോൾ ഞങ്ങൾക്കത് കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ആളെടുത്ത ഫോട്ടോ ഏതാണെന്നുള്ളത് ആ പിക്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഒരു ആംഗിളിൽ ഞാൻ കാണിക്കാം. കണ്ടോ, ഇതാണ് ആൾ എടുത്തിട്ടുണ്ടായിരുന്നത് മിററിൽ. ബാക്കി ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിൽ കാണാം. ഞാൻ ഇൻസ്റ്റ ഐ ഡി താഴെ കൊടുക്കാം. അപ്പോൾ പ്രോഗ്രാം കണ്ടോളൂ. നമുക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഞാൻ പ്രത്യേകം പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് സോങ് ആഡ് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു മ്യൂസിക് ഇടുന്നുണ്ട്. അതെന്തായാലും എല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പ്രോഗ്രാമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ സോങ് ആഡ് ചെയ്യാതിരുന്നത്. ലാസ്റ്റ് ഞങ്ങൾക്കൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ മേടിച്ച് ഞങ്ങൾ പോവുകയാണ്. അത് കഴിഞ്ഞ് വീഡിയോ വൈൻഡപ്പ് ചെയ്യണമല്ലോ. അപ്പോഴാണ് ഫുഡ് കഴിച്ച് അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു ഭാഗം ഞങ്ങൾ എടുത്തുള്ളൂ. പിന്നെയും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്റ്റേജിൽ. അതൊന്നും കാണാൻ നിന്നില്ല, അത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.